നമ്മളെല്ലാവരും അറിഞ്ഞ സംഭവമാണല്ലോ അപ്സ കെ റെജി എന്ന് പറഞ്ഞ യുവതി ഒരു മധ്യവയസ്കനായ ഒരാളിൽ നിന്ന് നേരിട്ട അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അതിന് ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് അപ്സ കെ റെജി എന്ന് പറഞ്ഞ യുവതി. സംഭവം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടവർക്കത് നേരിട്ട് ബോധ്യമായി കാണും. എന്നാലും ഞാനൊന്ന് പറയാം. ആ സ്ത്രീ KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ തൊട്ടടുത്ത് ഒരു മധ്യവയസ്കനായ വ്യക്തി വന്നിരിക്കുകയും അവരുടെ മാറിടങ്ങളിൽ തൻ്റെ ശരീരം ഇട്ട് ഉരസുകയും ചെയ്തു എന്നുള്ളതാണ് ഇവര് ആ വീഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെട്ടത്. എന്നാൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന മധ്യവയസ്കൻ ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയും യുവതി തൻ്റെ കൈകൾ ഉയർത്തി വെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മാറിടങ്ങൾ ആ മനുഷ്യന്റെ ദേഹത്തേക്ക് ചാരിയാണ് ഇരിക്കുന്നതെന്നും ആ മനുഷ്യൻ ഒന്നും തന്നെ ഇവരെ ചെയ്യുന്നില്ല എന്നുമുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത്. കമന്റ് സെക്ഷനുകളിലൂടെയൊക്കെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയെ. സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും, ഇയാൾ ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. റീച്ചിന് വേണ്ടിയിട്ട് ഈ വീഡിയോ വീണ്ടും വീണ്ടും ആൾക്കാരിൽ എത്തുന്നതിലൂടെ ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ഫോളോവേഴ്സ് കൂടുകയും വ്യൂസ് കൂടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കും തോന്നിയിരുന്നു. പാവപ്പെട്ട ആ മനുഷ്യൻ ഒന്നും തന്നെ ചെയ്യാതെ ആ സ്ത്രീയുടെ അടുത്തിരിക്കുകയല്ലേ, ആ സ്ത്രീക്കൊന്ന് കൈ താഴ്ത്തി വെച്ചുകൂടെ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അതിനുശേഷം ഈ സ്ത്രീക്കെതിരെ ഭയങ്കരമായ വിവാദമായ പരാമർശങ്ങൾ ഉണ്ടാവുകയും ഈ സ്ത്രീ വളരെയധികം ദുഃഖത്തിലായി വീണ്ടും തന്നെ വീഡിയോ ഇടുകയും ചെയ്യുന്നതായി കണ്ടു. ആ വീഡിയോയിൽ അവർ പല പല കാരണങ്ങളും പറയുന്നു. ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടപ്പോൾ ആണ് എനിക്ക് യഥാർത്ഥ സംഭവം മനസ്സിലായത്. ബസ്സിൽ ഒരുപാട് സീറ്റുകൾ ഒഴിവായിട്ടുണ്ടായിരുന്നിട്ടും ഈ സ്ത്രീയുടെ അടുത്ത് തന്നെ മെലിഞ്ഞ ഒരു മനുഷ്യൻ ആണ് ഇയാൾ വന്നിരുന്നു. നന്നായി ചേർന്നിരിക്കുന്നുണ്ട്. തൻ്റെ മുടി ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നതിനാലും മുടിക്ക് നല്ല നീളമുള്ളതിനാലും കറുത്ത വസ്ത്രം അണിഞ്ഞതിനാലും അയാളുടെ കൈകൾ അല്ലെങ്കിൽ കൈമുട്ടുകൾ അത്രത്തോളം തൻ്റെ വയറിനടുത്തേക്ക് ചേർന്നിരിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇത്രയധികം സീറ്റുകൾ ഒഴിവുണ്ടായിട്ടും എന്തിനാണ് അയാൾ ആ സ്ത്രീയുടെ അടുത്ത് തന്നെ വന്നിരുന്നത്? അതൊരു തെറ്റല്ലേ? അതുമാത്രമല്ല, ഈ സ്ത്രീയുടെ അടുക്കൽ വന്നിരുന്നിട്ട് നന്നായി ചേർന്നിരിക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നു. കൂടാതെ ആ സ്ത്രീ കൈ അവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിന്റെ തൊട്ട് മുൻപിലുള്ള സീറ്റിൽ പിടിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും നമ്മൾ ഒരു കൈവച്ച് ഒരു അകലം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുന്നിലുള്ള സീറ്റിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അയാളുടെ കൈ തൻ്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ, ഒരു ഭാഗത്തേക്കും വരാതിരിക്കാൻ ഒരു ക്രോസ് പോലെ അല്ലെങ്കിൽ ഒരു മതില് പോലെ തൻ്റെ മറ്റേ കൈ മുകളിലേക്ക് നീട്ടി വെച്ചതാണ്. ഈ വീഡിയോയുടെ വ്യൂ എന്ന് പറയുന്നത് ഇവർ മടിയിൽ വെച്ചെടുത്ത വീഡിയോ ആണ്. അതായത് താഴ്ഭാഗത്ത് വെച്ചെടുത്തപ്പോൾ ഈ സ്ത്രീ കൈ പൊക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? തൊട്ടു മുമ്പിലുള്ള സീറ്റിലേക്ക് കൈ ഒന്ന് പിടിച്ചിരിക്കുന്നതാണ്. നമ്മൾ പിടിച്ചിരിക്കാറില്ലേ? തൊട്ടടുത്തൊരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇങ്ങോട്ട് ചാരി, അതായത് ജനൽ ഭാഗത്തേക്ക് ചാരി മാക്സിമം ചാരിയിരിക്കുന്നതാണ്. എന്നിട്ടും ഇയാൾ തൻ്റെ ശരീരത്തേക്ക് നന്നായി ചേർന്ന് വരുന്നുണ്ട്. ഇയാൾ അവരുടെ ശരീരത്തിൽ പിടിച്ചോ വയറിൽ പിടിച്ചോ എന്നുള്ളതൊന്നും തന്നെ ഇവിടെ വിഷയമല്ല. നന്നായി ആ സ്ത്രീയെ ചാരിയിരിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അത് ആ വീഡിയോയിൽ നമുക്ക് നന്നായി ദൃശ്യമാണ്. അതിന് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായതിന് ശേഷമാണ് അവരെ കൈ പിൻവലിച്ച് നേരെ വെക്കുന്നത്. നേരെ വെച്ചിട്ടും അയാൾ വീണ്ടും വീണ്ടും തൻ്റെ ശരീരത്തേക്ക് ചാരുന്നതായിട്ട് യുവതിക്ക് അനുഭവപ്പെട്ടു. സീരിയസ്ലി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ, ഞാനാണ് ആ സ്ഥാനത്തെങ്കിലും എനിക്കും ഇങ്ങനെ തന്നെ അനുഭവപ്പെടുക. ആദ്യം ഞാൻ ആ സ്ത്രീയെ കുറ്റം പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ വീഡിയോ ശ്രദ്ധയോടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ നമ്മളെല്ലാ സ്ത്രീകളും തൊട്ടു മുൻപിലത്തെ സീറ്റിൽ ഒരു കൈ വെച്ച് ഒരു അകലം ക്രിയേറ്റ് ചെയ്ത് ഒരു ബൗണ്ടറി ഇട്ടതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇരിക്കുക. നമുക്കറിയത്തില്ലോ ആൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന്. അപ്പോൾ ആ സമയത്ത് ആണ് അവരങ്ങനെ കൈവച്ചിരുന്നപ്പോഴാണ് ഇയാൾ വളരെയധികം ചേർന്ന് ഇവരുടെ ശരീരത്തോട് ചേർന്ന് തൊട്ടൊരുമിയിരിക്കാൻ വരുന്നത്. ഇപ്പം പിടിച്ചില്ല, നിങ്ങൾ പറയുന്നു അയാളുടെ കൈ സഞ്ചരിച്ചില്ല, അയാൾ കൈ അനക്കാതെ വെച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ അത്രത്തോളം ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലോ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അത് അയാൾ അവരുടെ ശരീരത്തിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ശരീരത്തിൽ ആ മർദ്ദം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ പ്രഷർ അവരുടെ ശരീരത്തിലേക്ക്
ചെയ്യുമ്പോഴത്തേക്ക് അയാളുടെ കൈമുട്ടിൻ്റെ വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അയാൾ ആ ഒരു ചെറിയൊരു സ്പർശനത്തിലൂടെ അയാൾ സുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ വീഡിയോ എടുത്തതിലൂടെ പുറം ലോകത്തെ ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സീരിയസ്ലി ഇത്രയും സീറ്റ് ഒഴിവായിരുന്നിട്ട് അയാൾക്ക് നന്നായി പോയി നെഞ്ച് വിരിച്ചിരിക്കാവുന്നുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് എന്തിനാണ് ഈ സ്ത്രീയുടെ അടുത്ത് തന്നെ ചെന്നിരുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലപ്പോൾ ഈ സ്ത്രീ വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ഇയാൾക്കെതിരെ പ്രതികരിച്ചു കാണാം, ഇയാളോട് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ട് കാണാം. ഒരു തെളിവിനായി അവരെടുത്തതാണിത്. അവരത് ഇൻസ്റ്റയിലിട്ടു, അത് ഒരുപാട് ആൾക്കാർ കണ്ടു. അപ്പോൾ അത് മറ്റ് ലാംഗ്വേജുകളിലുള്ളവരും കൂടെ കാണാൻ വേണ്ടി അവർ ഒരിക്കൽ കൂടി റീപോസ്റ്റ് ചെയ്തു. അതിലെന്താണ് തെറ്റ്? ഇങ്ങനെയുള്ളവരെ ഒളിച്ചു വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സമൂഹം അറിയട്ടെ. ചിലപ്പോൾ ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടതല്ലേ, നമുക്ക് അനുഭവപ്പെട്ടില്ലല്ലോ. നമുക്ക് അനുഭവപ്പെടുമ്പോൾ മാത്രമേ നമുക്കതൊരു പ്രശ്നമായി വരികയുള്ളൂ. അയാൾ അവരുടെ ദേഹത്ത് ഡയറക്റ്റ്ലി ടച്ച് ചെയ്യുന്നില്ല, അവരെ കയറി പിടിക്കുന്നില്ല, നമുക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അനുഭവിച്ചത് അവരല്ലേ. അവരുടെ ദേഹത്ത് അനാവശ്യം മുട്ടിയിരുമിയിരിക്കുന്നത് പോലും തെറ്റ് തന്നെയാണ്. അതും ഇത്രയധികം സീറ്റുകൾ ഒഴിവുള്ളപ്പോൾ അത് തെറ്റല്ലേ? അതല്ലേ അവർ ചൂണ്ടിക്കാണിച്ചത്? അതിനാണോ നിങ്ങൾ എല്ലാവരും കൂടി ഇട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ മാനം പോക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബമോ ഒക്കെ നശിപ്പിക്കാനോ വേണ്ടി ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. മസ്താനി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബസ്സിൽ ഒരു പയ്യനെതിരെ, സവാദ് എന്ന് പറഞ്ഞ പയ്യനെതിരെ വന്നപ്പോൾ വീണ്ടും ആ സവാദ് എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും പല കേസുകളിൽ ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം പിന്നീട് നിങ്ങൾ പറയും അവൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം അവളുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ലോകം. എല്ലാ പുരുഷന്മാരും നിങ്ങളെപ്പോലെ അല്ല, മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കപ്പോൾ ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കാനാണ് തോന്നിയത്. ചില സമയങ്ങളിൽ നമ്മൾ എത്ര ബോൾഡാണെങ്കിലും പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ചു പോകും. ഒരക്ഷരം പോലും മിണ്ടാനാവാത്ത അവസ്ഥയും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവാം, എത്ര ബോൾഡാണ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും. മനസ്സിലായി? അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ കണ്ടതിൽ നിന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ആ സ്ത്രീയുടെ ഭാഗം കൂടി ഞാൻ വീഡിയോ കേട്ടപ്പോഴാണ് അവരനുഭവിച്ച കാര്യം എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ മനസ്സിലായത്. ഒന്നും വേണ്ട, അവരുടെ ദേഹത്ത് തട്ടിയിരിക്കാനോ ഒന്നിനും പോണ്ട. അവനവന് വേണ്ടപ്പെട്ട സീറ്റുകളിൽ പോയി ഇരുന്നാൽ പോരെ, മാറിയിരുന്നാൽ പോരെ. അത് ചെയ്തില്ലല്ലോ അയാൾ.